എൻ്റെ ഇളയ മകനും ഭാര്യയെ കൂടി ഇതേപോലെ ഒരു സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സിനാണ് ഇളയ മകൻ ചേർന്നത്. അപ്പോൾ അവിടെ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നാട്ടിലായിരുന്നു. നാട്ടിൽ ഇന്ന് രാത്രിയിൽ ഇളയ മോനെ അടുത്തിരുത്തി. എപ്പോഴും നമുക്ക് കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ പറ്റി ഞാൻ ഭാര്യയും കൂടി അവനെ അരമണിക്കൂർ ക്ലാസ് എടുത്തു. ഒന്നാമത്തെ കാര്യം, മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയുള്ള കൂട്ടുകാരെയാണ് നീ ആർജിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പഠനത്തിന് 3ാമത്തെ സ്ഥാനമേ കൊടുത്തു. മൊബൈൽ ഫോൺ ഈ 3 മാസവും നല്ല കാര്യമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിരുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സമയത്ത് മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ, ഇനി 2-3 മാസം വെക്കേഷൻ അല്ലേ, നിനക്ക് ആവശ്യം പോലെ ഉപയോഗിച്ചൂടെ, ഈ സമയത്ത് ഇരുന്ന് പഠിക്കൂ എന്ന് ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗത്തിന് വലിയ നിയന്ത്രണം വെച്ചില്ല. അപ്പോൾ ഇന്ന് മുതൽ 1 മണിക്കൂർ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞത് അവൻ അംഗീകരിച്ചിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ 1.5 മണിക്കൂറും വർക്കിംഗ് ഡേകളിൽ 1 മണിക്കൂറുമാണ് അവന് അനുവദിച്ചു കൊടുക്കപ്പെട്ട സമയം. നിങ്ങളും ആ രീതിയിൽ ഉപയോഗിക്കുന്നതാവും നല്ലത്. എങ്ങനെയുള്ള കൂട്ടുകാരെ സ്വീകരിക്കണം എന്നുള്ളതിന് ഒരു മോട്ടിവേഷൻ സ്പീക്കറായ അഭിഷാദ് എന്ന് പറയുന്ന ആള്, ആ ചങ്ങാതിയെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൊക്കെ പരിചയപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത്, നിങ്ങൾ സഹകരിക്കുന്ന ആളിനെ കാണുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാകും എന്നതാണ്. 3, ജീവിതത്തിൽ നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നും നല്ലതുപോലെ പഠിക്കണം എന്നും താല്പര്യമുള്ള 3 പേരാണ് നിങ്ങളുടെ കൂട്ടുകാരെങ്കിൽ നിങ്ങൾക്ക് വലിയ ലക്ഷ്യം ഇല്ലാത്തവനാകട്ടെ, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലക്ഷ്യമുള്ളവനായിത്തീരും. അതേസമയം നിങ്ങളുടെ ഏറ്റവും അടുത്ത 3 കൂട്ടുകാർ ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തവരും അലസമായിട്ട് ജീവിതം നയിക്കണം എന്നാഗ്രഹിക്കുന്നവരും ഏറ്റവും വലുത് അവനവന് വേണ്ടിയുള്ള ആഹ്ലാദമാണ് എന്ന് തിരിച്ചറിയുന്നവരും ആണെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങളും അതായിത്തീരും. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ വേണം എന്നുള്ളതായിരുന്നു രണ്ടാമത് പറഞ്ഞത്. പഠനത്തെ പറ്റി അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം വലിയ ബുദ്ധിമുട്ടണ്ട എന്നുള്ളതായിരുന്നു പഠനത്തെ പറ്റി പറഞ്ഞത്. ഞാനിങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുകയായിരുന്നു. അഡ്മിഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും എൻ്റെ മുറിയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്കൂളുകളിലൊന്നും ഇല്ലാതെ നമ്മുടെ PTയുടെയും SMCയുടെയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ഒക്കെ നേതൃത്വത്തിൽ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നതിന്റെ ലിസ്റ്റൊക്കെ കാണിച്ചപ്പോൾ അന്ന് അഡ്മിഷൻ എടുത്ത ഇപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ ഡാൻസ് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡാൻസ് ക്ലാസ് നമ്മൾ ആലോചിച്ചിട്ടില്ല, നിർബന്ധമാണെങ്കിൽ നമുക്ക് അത് ചെയ്തു തരാം. കാരണം വെക്കേഷന് എനിക്കൊരാഗ്രഹം തോന്നിയിരുന്നു, ഡാൻസ് പഠിച്ചാൽ എന്താണ് കൊള്ളാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നാണോ നമ്മളുടെ മനസ്സ് പറയുന്നത്, നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ ആ മനസ്സിൽ നിന്നുള്ള പറച്ചിൽ നിർത്തും എന്ന അർത്ഥത്തിൽ വിൻസെന്റ് വാൻ ഗോഗ് സംസാരിച്ചത് ഇന്നലെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അങ്ങനെ ഡാൻസ് പഠിക്കുന്നതിനെ പറ്റി മൊബൈലിൽ സംസാരിച്ചപ്പോൾ തന്നെ ഗൂഗിളിന് മനസ്സിലായി എനിക്ക് ഡാൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നും, എങ്കിൽ ഡാൻസ് കോച്ചിങ് സെന്ററുകളിലുള്ള കുറെ പരസ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഗൂഗിളിൽ നമ്മൾ നെറ്റ് നോക്കുമ്പോൾ കയറി വരികയും ചെയ്യും. നിങ്ങൾക്ക് അനുഭവം കാണും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ആരോടെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി, പിന്നീട് ഫേസ്ബുക്ക് എടുക്കുമ്പോഴും ഇൻസ്റ്റ എടുക്കുമ്പോഴും ഫോൺ തപ്പുമ്പോഴും എല്ലാം പിന്നെ പരസ്യം അതിൻ്റെ കയ്യിൽ വരും. അങ്ങനെ എനിക്കും ഒരു പരസ്യം വന്നു. മദ്രാസില് ചെന്നൈ ആസ്ഥാനമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ഷമീർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ഓൺലൈൻ ക്ലാസ് ആണ്. ഒരാഴ്ചത്തെ ക്ലാസ്സിന് 200 രൂപയോട് ഫീസ്.
സൂമിലാണ് ക്ലാസ്. അപ്പൊ എനിക്കൊരു കൗതുകം തോന്നി, 200 രൂപയല്ല ഉള്ളൂ. നമുക്ക് ഡാൻസ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ വിഷമം ഇത് ആൾക്കാർ കാണണമല്ലോ എന്നുള്ളതാണല്ലോ. ഇവിടുത്തെ പോയി പഠിച്ചാൽ ഇതാവുമ്പം നെറ്റിലായതുകൊണ്ട് അങ്ങനെ ഒരു ചമ്മലിന്റെ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചേരുകയും ഒരാഴ്ചത്തെ ഡാൻസ് കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ പുള്ളി ആ ഓരോ ദിവസവും പഠിച്ചതിന്റെ വീഡിയോകൾ ഒക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ്, ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ, ബാക്കിൽ നിന്ന് എങ്ങനെ ചലിക്കണം എന്നുള്ളതിന്റെ വീഡിയോ എനിക്ക് ഇട്ടു തന്നിരുന്നു. ഞാൻ മാളവികയുടെ അടുത്ത് പറഞ്ഞു, അവളുടെ പേര് മാളവിക എന്നാണ്, ക്ലാസ്സിൽ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. മാളവികയോട് പറഞ്ഞു, എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ നിനക്ക് ഇട്ടു തരാം, നീ അത് നോക്കി തൽക്കാലം പഠിച്ചോ, എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി അങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തു. അവളത് പഠിച്ചോ എന്നറിയാൻ വയ്യ. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് നമ്മളുടെ സാധാരണ പഠനത്തോടൊപ്പം ഏതൊക്കെ രീതിയിലുള്ള പിന്തുണയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞ് അമ്പലപ്പറമ്പിലൂടെ കളിച്ചു നടന്നപ്പോ ഒരു ബലൂൺ വിൽപ്പനക്കാരനെ കണ്ടു. ബലൂണിനകത്ത് ഹൈഡ്രജൻ നിറച്ച ബലൂണുകളാണ്. ഓരോന്ന് ആൾക്കാർ വാങ്ങിച്ച് ഇങ്ങനെ പറത്തുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു കറുത്ത ബലൂൺ ഉണ്ട്. കറുത്ത ബലൂൺ ആരും വാങ്ങിക്കുന്നില്ല. അപ്പൊ കുഞ്ഞിനൊരു സംശയം തോന്നി, കറുത്ത ബലൂൺ പറക്കില്ലേ എന്നുള്ളതായിരുന്നു അവളുടെ സംശയം. അപ്പം അവൾ വന്നിട്ട് ഈ ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുത്ത് പറയുന്നു, മാമ, ഈ കറുത്ത ബലൂൺ ആരും വാങ്ങിക്കാത്തത് എന്താണ്? കറുത്ത ബലൂൺ പറക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. മക്കളെ, ഈ ബലൂണിന്റെ നിറത്തിനല്ല പ്രധാനം, ഇതിനകത്ത് നിറച്ചിരിക്കുന്ന വായുവിനാണ് പ്രധാനം. വായു ഹൈഡ്രജൻ ആണെങ്കിൽ ഏത് നിറത്തിലുള്ള ബലൂൺ പറയും. അപ്പോ നമ്മള് പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, ബിസിനസ്സുകാരനാണോ, സർക്കാർ ജോലിയിൽ ഉള്ള ആളാണോ, ഇല്ലാത്ത ആളാണോ, നിറം കറുപ്പായി പോയ ആളാണോ, നിറം വെളുപ്പായി പോയ ആളാണോ, നമ്മൾ ഇന്ന മതക്കാരനാണോ എന്നുള്ളതൊന്നും ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മനോഭാവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തിനും ഒരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരാള് ഒരു വിമാനം ഓടിക്കുന്ന വൈമാനികൻ എന്നാണ് പറയുന്നത്. അയാൾ താൻ പോകേണ്ട വിമാനം ഒരു 10 ഡിഗ്രി എങ്കിലും ചലിച്ചു വെച്ചാൽ അയാൾക്ക് എത്തിച്ചേരുന്ന സ്ഥലത്ത് എത്തിച്ചേരില്ല. വിമാനം ഒരു 10 ഡിഗ്രി ചലിച്ചു വെച്ചാൽ മതി. നേരെ പോകേണ്ട വിമാനം 10 ഡിഗ്രി ചലിച്ചു വെച്ചാൽ എത്തിച്ചേരേണ്ട സ്ഥലം 10 ഡിഗ്രി മാത്രമേ ചലിയൂ. അല്ല, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അത്തരം ലാൻഡിങ് സ്ഥാനം ഒന്നുമില്ലാത്ത മറ്റൊരു സ്ഥലത്തായിരിക്കും വിമാനം പോയി എത്തിച്ചേരുക. ഞാൻ പറഞ്ഞതിന്റെ ആശയം, നമ്മുടെ കാഴ്ചപ്പാടിൽ, ആറ്റിറ്റ്യൂഡിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാൽ മതി വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു അമ്മൂമ്മ അവര് ജീവിച്ചിരുന്ന സമയത്ത് വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്കൊരു അപ്പകഷ്ണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ വൃദ്ധ അവരുടെ ജീവിതത്തിൽ ആകെ ഒരു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അവര് ഒരിക്കൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു യാചകന് ഒരു അപ്പകഷ്ണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് സ്വർഗരാജ്യം കിട്ടി. മരിക്കാനുള്ള സമയമായപ്പോ ഒരു മാലാഖ ഇറങ്ങി വരികയും ആ മാലാഖ പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. അമ്മ ചോദിക്കുന്നു, എനിക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള അനുവാദമുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു നല്ല കാര്യം ചെയ്യും. അതെപ്പോഴാണ്? നിങ്ങൾ വിശന്നിരുന്ന ഒരാൾക്ക് അപ്പകഷ്ണം കൊടുക്കും. അപ്പോ ഇവര് മാലാഖയുടെ ശരീരത്തിൽ തൂങ്ങി ഈ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ട് കുറെ അധികം പേര് വന്ന് ഒരാൾ ഇവരുടെ കാലിൽ തൂങ്ങി. ആരുടെയാ? ഈ അമ്മൂമ്മയുടെ കാലിൽ തൂങ്ങി. ചുരുക്കം പറഞ്ഞാൽ 5-10 മിനിറ്റ് കൊണ്ട് 10-20 പേര് ചങ്ങലയായിട്ട് തൂങ്ങി. ഇങ്ങനെ ആകാശത്തേക്ക് വാങ്ങി താഴെ ഇങ്ങനെ ചങ്ങലയായിട്ട് ആൾക്കാരിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ എവര് നോക്കുന്നപ്പോ താഴോട്ട് നോക്കിയപ്പോ കുറെ പേര്
ഓശാനത്തിന് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കാലിൽ തൊങ്ങി കിടക്കുന്നു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് കാല് ഉടയുകയും കൈ തെറ്റി താഴെ വീഴുകയും ചെയ്യുന്നതായിട്ടൊരു കഥയുണ്ട്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതിനെ കുറിക്കുന്ന കഥയാണ്. മനോഭാവം വളരെ കൃത്യമായിരിക്കണം. രാജാവ് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകേണ്ട കുതിരയുടെ കാലിൽ ലാളം തളയ്ക്കാൻ വേണ്ടി കൊല്ലന്റെ അടുത്താണ് കുതിര. യുദ്ധം ആസന്നമായിരിക്കുന്നു. ഉടനെ ഇറങ്ങിയേ പറ്റൂ. ഇയാൾ ഓടിപ്പോയി ആ കുതിരയെ കൊണ്ടുപോകാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോ ഇനി ഒരാണി കൂടി അടിച്ചാൽ മതി, ലാടം നിങ്ങൾക്കറിയാം. ആ ആണി കൂടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്, കൊണ്ടുപോകാൻ പറഞ്ഞു. രാജാവ് പക്ഷേ സമ്മതിക്കുന്നില്ല. വേണ്ട, യുദ്ധം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുതിരയെ കൊണ്ടുപോയേ പറ്റും. പക്ഷേ ആ ഒരാണി അടിക്കാത്തതിനാൽ അയാൾക്ക് തന്റെ രാജ്യം നഷ്ടപ്പെടേണ്ടി വന്നു. ചെറിയ കാര്യങ്ങളാണ് നമ്മളെ വലിയ നഷ്ടങ്ങളിലേക്ക് എത്തിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി, നമ്മൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടം സ്വർഗമാണ്. അത്തരം ഒരു അന്തരീക്ഷമാണ് കിസ്മം സ്കൂളിനുള്ളത്. എന്തു പറഞ്ഞാലും, എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും, പുതിയ ആശയങ്ങൾ വരാനും അത് പ്രാവർത്തികമാക്കാനും പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളോടൊപ്പം അധ്യാപകരായും പിജിയിലും എല്ലാം ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അവർ വന്ന് നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വന്ന കുഞ്ഞുങ്ങളെ കണ്ടു കാണും. അവരെല്ലാവരും ഇങ്ങോട്ട് അഭിപ്രായം പറഞ്ഞ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞു പോലും ഈ ഹാളുകളിലൊന്നും ചെരുപ്പിട്ടുകൊണ്ട് കയറിയില്ല. കഴിഞ്ഞ വർഷം എല്ലാവരും ചെരുപ്പിട്ട് കയറി. ഇതിനകത്ത് മൊത്തം ഈ മഴക്കാലത്ത് അടിപൊളിയായിരുന്നു. നമുക്ക് PTA ഫണ്ടൊക്കെ വളരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എന്ന് പറഞ്ഞാൽ ഇനി 2 വർഷത്തേക്ക് ഈ യൂണിഫോമിനുള്ള തുക കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള പിരിവുകളും നമ്മളിവിടെ നൽകാറില്ല. അപ്പം വളരെ തുച്ഛമായ പൈസയാണ് അതിനെല്ലാം വാങ്ങിക്കുന്നത്. നിങ്ങൾക്കറിയാം, മാസം തോറും കറണ്ട് ചാർജ് എല്ലാ ക്ലാസ്സും ഹൈടെക് ആണ്. ഇതേപോലെ ചിത്രങ്ങൾ വരച്ച് ട്യൂബിലായിട്ടിട്ട് 4-5 ഫാൻ കറക്കിയാണ് ഓരോ ക്ലാസ്സും പോകുന്നത്. അപ്പോൾ മാസം വരുന്ന നമ്മളുടെ കറണ്ട് ചാർജിന്റെ തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അതൊക്കെ മറ്റ് സംവിധാനങ്ങളിലൂടെയാണ് അടയ്ക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയാണ്, പക്ഷെ നമുക്ക് പള്ളിക്കുളം തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാതിരുന്നൂടെ. അത് ഞാൻ പറഞ്ഞടാ, അധ്യാപകരൊക്കെ പ്രായമായവരാണ്, അവർക്ക് ഈ പാദത്തിന്റെയൊക്കെ അസുഖം ഉണ്ടാവും. ചെരുപ്പിട്ടുകൊണ്ട് നടന്ന കാല് തണുക്കും, ഈ പ്രത്യേകിച്ചും ഈ ടൈൽസ് ഒക്കെ ആയതുകൊണ്ട് അത് കുഴപ്പമില്ല, അധ്യാപകരിട്ടോട്ടെ, അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരിട്ടോട്ടെ, ഞങ്ങൾ എന്തായാലും ചെരുപ്പിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാം കൂടി ആ സ്റ്റെയർകേസിന് താഴെ ചെരുപ്പ് ഊരിയിട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ, എങ്ങനെയൊക്കെ സ്കൂൾ കൊണ്ടുപോകണം എന്ന് നമ്മൾ വിചാരിക്കുന്നുവോ, അതിനെല്ലാം പ്രാപ്തരായ, അതിനെല്ലാം നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മൾ മനസ്സിൽ കാണുന്നത് അവരിങ്ങോട്ട് പറയുന്ന, ശനിയാഴ്ച ക്ലാസ് എടുക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊന്ന് കണ്ടതേ ഉള്ളൂ. സെക്കൻഡ് ഇയറിന് പാഠഭാഗങ്ങൾ തീരാൻ ശനിയാഴ്ച കൂടി ക്ലാസ് എടുക്കണമെന്ന് മനസ്സിൽ കണ്ടത് ഇപ്പോൾ നാസറുദ്ദീൻ മാഷ് പറയുകയാണ്, മാഷ് നമുക്ക് ശനിയാഴ്ച കൂടി ക്ലാസ് എടുത്താൽ. ഇത് വലിയൊരു ഭാഗ്യമാണ്, പലർക്കും കിട്ടാത്ത ഭാഗ്യമാണ്. അപ്പം അങ്ങനെയുള്ള അധ്യാപകരാണ് നമ്മളുടെ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരുന്ന വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വീട് സന്ദർശിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ട്. എത്ര വേഗം കറങ്ങി തീരാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. എന്തായാലും അധ്യാപകർ 2-3 ടീമായിട്ട് തിരിഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളുടെയും വീട്ടിൽ വന്ന് ആ വീടിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആഗ്രഹം. അതിന് വലിയൊരു പോസിറ്റീവ് തലം ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു കുഞ്ഞ് ലേറ്റായിട്ട് വരുമ്പോൾ നമ്മൾ വഴക്ക് പറയുമ്പോൾ അവന്റെ വീട്ടിലെ സാഹചര്യം കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വഴക്ക് പറയാൻ തോന്നില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. രക്ഷാകർത്താവും അധ്യാപകനും കുഞ്ഞിന്റെ ഒപ്പം ഉണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ കൂടെ എൻ്റെ മാഷന്മാരും ടീച്ചർമാരും എൻ്റെ രക്ഷാകർത്താവും ഉണ്ട് എന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അവൾ വഴിവിട്ട് പോവില്ല.
നമ്മൾ ചേർത്ത് പിടിച്ചാൽ അവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഇന്നിവിടെ ചെയ്യാനും പറയാനുണ്ട്. ഞാൻ സംസാരം തുടങ്ങിയപ്പോൾ എവരെയൊന്നും അഭിസംബോധന ചെയ്തില്ല. ഇത് നമ്മുടെ PTA പ്രസിഡന്റ് രാജ് സാറാണ്. എന്ത് കാര്യത്തിനും നമ്മളുടെ കൂടെ ഉള്ള ആളാണ്. വലിയ സപ്പോർട്ടാണ്. പല സ്കൂളുകളിലും ഞങ്ങളെല്ലാം പല സ്കൂളുകളിലും പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ചിലയിടത്തൊന്നും പോയാൽ ഒരു മനസ്സമാധാനം കാണത്തില്ല PTA-കാരെ കൊണ്ട്. അപ്പം അവര് ഭരിക്കാൻ വരും. അപ്പം അധ്യാപകർക്ക് ഇഷ്ടപ്പെടത്തില്ല, തിരിച്ചങ്ങോട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ പല ഇഷ്യൂകളും ഉള്ള സ്കൂളുകളുണ്ട്. പക്ഷെ എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം തന്നെ നിന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഓരോ പ്രവൃത്തി കൊണ്ടും പറയുന്ന ആളാണ് ഞങ്ങളുടെ PTA പ്രസിഡന്റ്, ഞങ്ങളുടെ HM ഷാജികുമാർ സാറ്. 3 ദിവസമായിട്ടേ ഉള്ളൂ എത്തിയിട്ട്. പക്ഷെ ഒരാളെ കാണുമ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം നമ്മുടെ കൂടെ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്ന്. അപ്പൊ അദ്ദേഹം വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ 2 ദിവസം ഒരു അരമണിക്കൂർ വെച്ച് സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇനി സ്കൂളിൽ ചെയ്യാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറ്റി സാർ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി നമ്മുടെ കിസ്മം ടീമിന് ചേർന്ന ആൾ തന്നെയാണ് അദ്ദേഹം എന്ന് മനസ്സിലായി. 17 വർഷങ്ങളായിട്ട് സ്കൂളിൽ ഉള്ള ആളാണ്. 5 മാഡം അട്ടത്തോട് മെമ്പറാണ്. മെമ്പർ എന്നുള്ള നിലയിലല്ല, പക്ഷെ ഇന്നിവിടെ ഇരിക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ പിന്തുണ വേണ്ടത് രക്ഷകർത്താക്കളെ നിങ്ങളുടെയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ചിരിക്കുന്നത് അക്ഷരം എഴുതാനും വായിക്കാനും അറിയാവുന്ന കുഞ്ഞുങ്ങളാണോ നിങ്ങളുടേത് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നല്ല വിജയത്തിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങിവിടുന്നതാണ്. അക്ഷരം എഴുതാനും വായിക്കാനും അറിയണം. ഇല്ലാത്തവരെ നമ്മൾ അക്ഷരം പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്, പക്ഷെ അവയെ പാസ്സാക്കാൻ പ്രയാസമാണ്. അപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഇംഗ്ലീഷ് അക്ഷരവും മലയാള അക്ഷരവും എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ജയത്തെ പറ്റി നിങ്ങൾ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഞങ്ങളുടെ അധ്യാപകർക്കും വേണ്ടി എന്റെ വ്യക്തിപരമായ പേരിൽ ഒരു പ്രാവശ്യം കൂടി വാക്ക് തന്നുകൊണ്ട് ഭരത് മയൂർ, പൗർണമി, കുറെ അധികം പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ വലിയ പരിചയക്കാരാണ്. ആകാംക്ഷയോടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം പരിചയപ്പെടാനായി സന്നദ്ധരാണ്. ആദ്യം ഞങ്ങളുടെ സീനിയർ അസിസ്റ്റന്റ് നാസറുദ്ദീൻ മാഷ് നമ്മുടെ ഓരോരുത്തരും നാസറുദ്ദീൻ മാഷ് നമ്മുടെ ചടയമംഗലം സ്വദേശിയാണ്. ചടയമംഗലത്ത് നിന്ന് ആഴ്ച തോറും മാത്രമേ വീട്ടിൽ പോകൂ. നിങ്ങൾ കുറച്ചുപേര് ദൂരെയുള്ളവരായതുകൊണ്ട് അവരെല്ലാവരും ആഴ്ച തോറും മാത്രമേ പോകൂ. 2 വീലറിലായിരുന്നു വരുന്നത്. എന്തായാലും ഇപ്പോൾ കാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 വീലറിലൊക്കെ ഈ മഴയത്തൊക്കെ വരുമ്പോ നമ്മളൊക്കെ മൂത്ത ആളാണെങ്കിലും വഴക്കൊക്കെ പറയും. ഇപ്പോൾ കാറിനകത്താണ് വരുന്നത്. വൈഫും ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഒരു മകളുണ്ട്. വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വാചകോടി മാത്രമേ ഉള്ളൂ, നിങ്ങൾ ബോധ്യപ്പെട്ടതാണ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ഇവരെ പോലെയുള്ളവരാണ്. എപ്പോഴും നമ്മളെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ